നമ്മൾ സ്ത്രീകൾ എന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൻ്റെയും കുടുംബത്തിൻ്റെയും പുറകിലാണ് അല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും സ്വപ്നം കാണാൻ മറക്കാറുണ്ട്. ഇപ്പോൾ ഇതിവിടെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹൗ ഓൾഡ് ആർ യു മൂവിയിലെ കുറച്ച് ഡയലോഗ്സ് ആണ്. അതിൽ കനിഹ മഞ്ജു വാര്യറിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാണ് നീ ഒളിച്ചു നടന്നേ എന്ന് നീ പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന് കാരണം നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് സ്വപ്നം കാണാൻ മറന്നു എന്നതാണ്. ഈ ഒരു ഡയലോഗ് ആ സിനിമയിൽ മഞ്ജു വാര്യരുടെ മാത്രം ഐ ഓപ്പണർ അല്ല, ഇന്നും ആ സിനിമ കാണുമ്പോൾ പല സ്ത്രീകളുടെയും ഐ ഓപ്പണറാണ് ആ ഡയലോഗ്. ഈ ഒരു ചോദ്യം നമ്മളിൽ പലരും നമ്മളോട് തന്നെ ഒരു 100 വട്ടം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ചെറുപ്പത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നവരാണ് നമ്മൾ മിക്ക സ്ത്രീകളും. അതേ നമ്മൾ തന്നെ ഇന്ന് നമ്മുടെ പല സ്വപ്നങ്ങളും മാറ്റിവെച്ചാണ് കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി ജീവിച്ചു പോകുന്നത്. പക്ഷേ നമ്മളിടുന്ന ആ എഫേർട്ട് പലപ്പോഴും റെക്കഗ്നൈസ്ഡ് ആകാണ്ട് പോകാറാണ് പതിവ്. സോ ടു ദി ലേഡീസ് ഔട്ട് ദെയർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഡ്രീം ഹൈ. നിങ്ങളുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതല്ല. വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്, അച്ചീവ് യുവർ ഗോൾ. നമ്മുടെ മക്കള് വളർന്ന് വലുതാകുമ്പോൾ അവരവരുടെ ചിറകിൽ പറന്നുയരും. ദേ വോണ്ട് വെയിറ്റ് ഫോർ അസ്. അന്ന് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവരുത്. അതിനുവേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾക്കൊത്ത് പറക്കാൻ നമ്മളും പഠിച്ചിരിക്കണം. ഹൗ ഓൾഡ് ആർ യു മൂവിയിൽ ചോദിക്കുന്ന പോലെ ഹു ഡിസൈഡ്സ് എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൻസ് ഡ്രീം? അപ്പോൾ ഹാപ്പി സൺഡേ. ബൈ.